ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതാ നെയ്യൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1 കപ്പ് റവയും കൂടെ ചേർക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് 1-2 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. നമുക്ക് ഈ റവയുടെ ഷെയ്ഡൊന്നും ഒത്തിരി മാറിക്കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് റോസ്റ്റായി കിട്ടിയാൽ തന്നെ മതിയാകും. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ചെറിയൊരു മസാല കൂടി റെഡിയാക്കാനായിട്ടുണ്ട്. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1 മിനിറ്റ് നേരം നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇതാ കണ്ട കുറച്ച് തേങ്ങാക്കൊത്താണ് ചേർക്കണത്. കൂടെ തന്നെ കുറച്ച് വറ്റൽമുളകും 2 ഗ്രാമ്പൂവും 1 ഏലക്കയും ഇതാ കണ്ടോ ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്തോളൂ. ഇനി 2-3 മിനിറ്റ് നേരം നല്ലപോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കണത്. നിങ്ങളുടെ കയ്യിൽ മല്ലിയായിട്ടാണുള്ളതെങ്കിൽ നമ്മൾ വറ്റൽമുളകൊക്കെ ചേർത്തില്ലേ, ആ കൂടെ തന്നെ മല്ലിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. എൻ്റെ കയ്യിൽ മല്ലിപ്പൊടി ആയതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർത്തിയത്. ഇനി ഇതാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയും കൂടെ ചെയ്യാം. നമ്മളിവിടെ റെഡിയാക്കുന്നത് ഉപ്പുമാവാണ് കേട്ടോ. നമ്മൾ എപ്പോഴും വീട്ടിൽ ഉപ്പുമാവ് വയ്ക്കണ പോലല്ല, ഈ ഒരു മസാലയും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഉപ്പുമാവ് റെഡിയാക്കണത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കഴിക്കാനായിട്ട് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഉപ്പുമാവ് റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ എണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നും കുറച്ച് കശുവണ്ടിയും കുറച്ച് കറിവേപ്പിലയും പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1/4 ടീസ്പൂൺ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 30 സെക്കൻഡ് നേരം നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറിയൊരു സവാള ഇങ്ങനെ അരിഞ്ഞെടുത്തതും 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർക്കാം. ക്യാരറ്റ് മാത്രമല്ല, നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ ബീൻസോ ഗ്രീൻ പീസോ ഒക്കെ ചേർക്കാം. ഇനിയിപ്പോൾ പച്ചക്കറികളൊന്നും ചേർക്കാതെ സവാള മാത്രം ചേർത്തിട്ടും നമ്മുടെ ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കിയാലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. 1-2 മിനിറ്റ് നേരം ഇതുപോലൊന്ന് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയൊരു തക്കാളി കണ്ടോ ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ചേർക്കണത്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മസാലയിലെ ആ മസാലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ എത്രയാണോ റവ എടുത്തത് അതിൻ്റെ ഇരട്ടി വേണം വെള്ളം ചേർക്കാനായിട്ട്. കുറച്ച് പേർക്കൊക്കെ നല്ലപോലെ കുഴഞ്ഞിരിക്കണ ഉപ്പുമാവായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് വെള്ളം ചേർത്തോളൂ. അതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവാണ് ഇഷ്ടമെങ്കിൽ ഇതിനെ കഴിഞ്ഞും കുറച്ച് കുറവായിട്ട് വെള്ളം ചേർത്തിയാൽ മതി കേട്ടോ. കണ്ടോ വെള്ളമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. നല്ല രുചിയുള്ള ഉപ്പുമാവാണ് കേട്ടോ ഇത്. എല്ലാവർക്കും തന്നെ നല്ലപോലെ ഇഷ്ടമാകും. നമ്മുടെ ചാനലിൽ കുറേ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റവയിലെ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. ഒരുമിച്ചല്ല, കുറേശ്ശെയാണ് ഇട്ട് കൊടുക്കണത്. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയും കൂടെ എടുക്കാം. കൂടെ തന്നെ കണ്ട ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഇത് വേവിക്കാം. ഈ സമയവും ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. 5 മിനിറ്റൊക്കെ തന്നെ മതിയാകും. അപ്പോഴേക്കും തന്നെ നമുക്കിത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി. ഈ സമയം നെയ്യുടെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം കേട്ടോ. നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാറുള്ളതല്ലേ. ഇതുപോലെ മസാലയൊക്കെ ചേർത്തിട്ട് ഇതുവരെ ഉപ്പുമാവ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക്